മാർക്കറ്റിനെ സംബന്ധിച്ച് ഇന്ന് കൂടുതൽ അപ്ഡേറ്റ്സും അനാലിസൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. അതിനായി നമ്മുടെ ഇൻഫോസ് എക്സ്പെർട്ട് ശ്രീ പ്രദീപ് ചന്ദ്രശേഖർ സാർ ഇപ്പോൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നതാണ്. സർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദ ഷോ. മോർണിംഗ് വിഷ്ണു, മോർണിംഗ് വ്യൂവേഴ്സ്. സാർ, ആദ്യം നമുക്ക് കമ്മോഡിറ്റി മാർക്കറ്റിൻ്റെ ഒരു ടേക്കാണ് അറിയേണ്ടത്. കമ്മോഡിറ്റി മാർക്കറ്റ് നമുക്ക് ഇപ്പോൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് പോസിറ്റീവായിട്ടുള്ളൊരു ട്രേഡിംഗ് ആണ് കാണുന്നത്. ബ്രെൻറ്റിലും WT ക്രൂഡിലൊക്കെ തന്നെ പോസിറ്റീവായിട്ടാണ് മാർക്കറ്റിൽ ഇപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. കമ്മോഡിറ്റി മാർക്കറ്റിൽ താങ്കളുടെ ടേക്ക് ഇപ്പോൾ എന്താണ്? വിഷ്ണു, ക്രൂഡ് ഓയിലിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയി മാറിയിട്ടുള്ളത് ഇപ്പോൾ കൺഫേം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ നിലനിർത്താൻ സാധിക്കും. ബട്ട് പുതിയ പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ $82 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട സപ്പോർട്ട് ലെവൽ $77 ആയിരിക്കണം. സാർ, അതുപോലെ തന്നെ ഗോൾഡിലോട്ട് വരുമ്പോഴും ഇന്ന് നേരിയൊരു നേട്ടമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഗോൾഡിനെ സംബന്ധിച്ചിപ്പോൾ 4000 എന്നൊരു നില കൈവിട്ടുകൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആണെങ്കിൽ കൂടി ഇന്നൊരു നേട്ടം കാണാൻ സാധിക്കുന്നുണ്ട്. താങ്കളുടെ എക്സ്പെക്റ്റേഷൻ ഗോൾഡിൽ ഇപ്പോൾ എന്താണ്? സ്വർണത്തിന്റെ കേസിൽ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ $3950 സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ മെയിൻറ്റെയിൻ ചെയ്യരുത്. ഇന്നത്തെ ട്രേഡിൽ എനിക്ക് തോന്നുന്നില്ല നമുക്ക് ലോ റിസ്കിൽ പുതിയൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ലഭിക്കുമെന്ന്. സർ, US മാർക്കറ്റിലോട്ട് വരുമ്പോൾ ഇന്നലെ ഒരു വീക്ക്നെസ് ആയിരുന്നു കണ്ടത്. ഡൗ ജോൺസ് 0.2% ഇടിവ്, S&P 500 0.5% ഇടിവ്, നാസ്ഡാക്കിൽ 1.47% ഇടിവ് എന്നിങ്ങനെയാണ് ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. US മാർക്കറ്റിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ എന്താണ്? സോ US മാർക്കറ്റിൽ നാസ്ഡാക്കിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി ബുള്ളിഷ്. ജൂൺ 3 ശേഷം നമുക്കറിയാം നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ബട്ട് കഴിഞ്ഞ 2 ദിവസത്തെ ആ സെല്ലിങ്ങിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറാൻ ഹൈ പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 28,780 പോയിന്റിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ബെയറിഷായി മാറും. അറ്റ് ദ സെയിം ടൈം ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം നോക്കുമ്പോഴേക്കും ഒരു അല്പം വീക്ക്നെസ് ഈ ഒരു ഇൻഡെക്സിലും കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ ശ്രമിക്കരുത്. ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 51,990 പോയിന്റ് ലെവലിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. സർ, ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരുമ്പോൾ നിഫ്റ്റി 50യെ സംബന്ധിച്ച് ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു നിലയിൽ നേരിയൊരു ഇടിവിലാണ് ക്ലോസ് ചെയ്തതായിട്ട് കാണുന്നത്. 24,072 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തത്. ഇന്നലെ മാർക്കറ്റ് എവിടെ ഓപ്പൺ ചെയ്തോ അവിടെ നിന്നൊക്കെ താഴോട്ട് പോയിക്കൊണ്ട് അല്ലെങ്കിൽ അതിനും താഴെയുള്ള ഒരു ലെവലിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. താങ്കളുടെ എക്സ്പെക്റ്റേഷൻ നിഫ്റ്റി 50യിൽ ഇപ്പോൾ എന്താണ്? നിഫ്റ്റി 50യുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം സൈഡ് വേസുമായി തുടരുന്നുണ്ട്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 23,790 പോയിന്റിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. നമുക്ക് ശക്തമായിട്ട് ഒരു ബ്രേക്ക് ഔട്ട് ലഭിക്കണമെങ്കിൽ 24,300 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോഴും ഇടിവിലുള്ള ഒരു ക്ലോസിംഗ് ആണ് ഇന്നലെ കണ്ടത്. ബാങ്ക് നിഫ്റ്റി നമ്മൾ ഇന്നലെ നോക്കുമ്പോൾ ഇന്നലെ 57,582 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതായത് 0.3% ഇടിവാണ് രേഖപ്പെടുത്തിയത്. നിഫ്റ്റി 50യുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇന്നലത്തെ ഒരു ഇൻട്രാഡേയിൽ അല്പം കൂടി ഒരു വീക്ക്നെസ് ബാങ്ക് നിഫ്റ്റിക്കായിരുന്നു ഉണ്ടായിരുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ താങ്കൾ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ടെക്നിക്കൽ ലെവൽസുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷും ലോങ് ടേം സൈഡ് വേസുമായി തുടരുന്നു. ഈ ഒരു ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കുന്ന മേജർ സപ്പോർട്ട് 56,400, മേജർ റെസിസ്റ്റൻസ് 58,400. 56,400 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് പൊസിഷൻ വൈൻഡ് അപ്പ് ചെയ്യണം. പുതിയ പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 58,400 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. സർ, ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിനെ സംബന്ധിച്ച് താങ്കൾ വാച്ച് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെക്ടർ ഏതാണ്? അല്ലെങ്കിൽ ആ ഒരു സെക്ടേഴ്സിൽ താങ്കൾ വാച്ച് ചെയ്യുന്ന ഏതെങ്കിലും പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ ഏതാണ്? അത്തരം കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാമോ? നമുക്ക് ഇന്നത്തെ മാർക്കറ്റിൽ ഒത്തിരി ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് അവസരങ്ങൾ കാണാൻ സാധിക്കുന്നില്ല. സോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക. നമ്മൾ ചില മേജർ സ്റ്റോക്സ് നോക്കുമ്പോഴേക്കും ഇപ്പോൾ ഡിഫൻസ് സെക്ടറിൽ നിന്നും നമുക്ക് ഭാരത് എർത്ത് മൂവേഴ്സിന്റെ കേസിൽ കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ നല്ലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നതിനെ തുടർന്ന് ഒരു ലോ റിസ്ക് ബൈയിങ് ഓപ്പർച്യൂണിറ്റി റെഡിയായി വരുന്നുണ്ട്. നമ്മൾ ഈ അടുത്ത 2-3 സെഷനിൽ ശ്രദ്ധിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 1,850 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം വീണ്ടും ബുള്ളിഷായി മാറും. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിന്റെ കേസിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 4,530 രൂപ.
ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ നല്ലൊരു അപ്വേർഡ് മൂവ്മെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേസിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 1045 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താലും നമുക്ക് നല്ലൊരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കും. സാറിനെ അറിയേണ്ടത് ടെക് മഹീന്ദ്രയുടെ ഒരു ടേക്കാണ്. ടെക് മഹീന്ദ്രയെ സംബന്ധിച്ച് ലാഭത്തിൽ ഇപ്പോൾ 8.2% ഉയർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്. വരുമാനത്തിലും 4.2% ഉയർച്ച എന്ന രീതിയിലാണ് ഇപ്പോൾ Q1 റിസൾട്ട് വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ടെക് മഹീന്ദ്രയെ സംബന്ധിച്ചൊരു ടെക്നിക്കൽ വ്യൂ നോക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് നിലവിൽ കാണാൻ സാധിക്കുന്ന സ്റ്റോക്കിനെ സംബന്ധിച്ച് ഇന്നലത്തെ ഒരു ട്രേഡിങ്ങിൽ 0.7% നേട്ടത്തിൽ 1510 എന്നൊരു പ്രൈസിലാണ് ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. എങ്കിൽ കൂടിയും സ്റ്റോക്കിനെ സംബന്ധിച്ച് കാണുന്ന ഒരു സൈഡ് വൈസ് പാറ്റേൺ പിന്തുടരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കുറച്ച് നാളുകളായിട്ട്. താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ എന്താണ് ടെക് മഹീന്ദ്രയിൽ? ടെക് മഹീന്ദ്രയുടെ കേസിൽ കഴിഞ്ഞ 2 ആഴ്ചകളായിട്ട് നമുക്ക് ബൈയിങ് ഇൻട്രസ്റ്റ് വന്നതിനെ തുടർന്ന് കൺഫേം ചെയ്യാൻ സാധിക്കുന്ന ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ബട്ട് ലോങ് ടേം ഇസ് സൈഡ് വേസ്. ബട്ട് ഇത്രയും വലിയൊരു മുന്നേറ്റത്തെ തുടർന്ന് നമ്മൾ വോളറ്റിലിറ്റിയും പ്രോഫിറ്റ് ടേക്കിങ്ങിനും വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ട്രേഡിങ്ങിന് ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ 1500 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിലെ പുതിയ പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. വിഷ്ണുവിലോട്ട് വരുന്നതിന് മുൻപ് വിഷ്ണു ഇപ്പൊ എൻ്റെ അടുക്കെ വേറെ ഏതൊക്കെ സ്റ്റോക്സ് ആയിരിക്കണം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് എന്ന് ചോദിച്ചിരുന്നു. മറ്റൊരു 2-3 സ്റ്റോക്സ് നമ്മളെ കുറച്ച് ദിവസങ്ങളായിട്ട് ട്രാക്ക് ചെയ്യുന്ന മൾട്ടിനാഷണൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ആയിട്ടുള്ള ഗ്ലാക്സോ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് തുടരുന്നുണ്ട്. നമ്മൾ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ തന്നെ പുതിയ പൊസിഷൻ കൺസിഡർ ചെയ്യാം. അങ്ങനെ ഒരു പൊസിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 2400-ലായിരിക്കണം നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. മറ്റൊരു ഗ്ലോബൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി നമ്മൾ ശ്രദ്ധിച്ചിരുന്ന ആബോട്ട് ഇന്ത്യ ആയിരുന്നു. ആബോട്ടിന്റെ കേസിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെ കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ നല്ല ബൈയിങ് ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത്. കൺഫേം ചെയ്യാൻ സാധിക്കുന്ന ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുണ്ട്. സിപ്ലയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയി തുടരുന്നു. ഈ ഒരു കേസിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 1460 രൂപ. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു അപ്വേർഡ് മൂവ്മെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സാറിന് ഈ നെൽക്കോയുടെ ഒരു ടേക്കാണ് അറിയേണ്ടത്. നെൽക്കോ ഈ ഒരു ഷോർട്ട് ടൈം ട്രെൻഡ് നോക്കുമ്പോൾ ഒരു ബുള്ളിഷ് ട്രെൻഡിലോട്ട് മാറിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും Q1 റിസൾട്ട് വന്നപ്പോൾ നല്ലൊരു റിസൾട്ട് രേഖപ്പെടുത്താൻ നെൽക്കോയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ലാഭം 30% ഒരു കുതിപ്പ് രേഖപ്പെടുത്തിയപ്പോൾ വരുമാനത്തിലും 7% ഒരു ഉയർച്ചയാണ് നെൽക്കോ ഇപ്പോൾ രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നത്. കറൻ്റ്ലി 865 എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡിംഗ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ 0.39% നേട്ടം രേഖപ്പെടുത്തിയിരുന്നു. എന്തായാലും ജൂൺ മാസത്തിലൊക്കെ തന്നെ നല്ലൊരു റാലി രേഖപ്പെടുത്തുകയും ഒപ്പം നല്ല ട്രേഡിംഗ് വോളിയം കൂടി ഇൻക്രീസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നു. നെൽക്കോയിൽ താങ്കൾ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ടെക്നിക്കൽ ലെവൽസുകൾ ഏതൊക്കെയാണ്? നെൽക്കോയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ബട്ട് എങ്കിലും കഴിഞ്ഞ ഒരു 10 ട്രേഡിംഗ് സെഷൻസിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ഈ സ്റ്റോക്കിൽ നടക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 838 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. 883 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പുതിയ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. നമ്മൾ മറ്റു ചില സ്റ്റോക്സ് നോക്കുമ്പോഴേക്കും അഗെയിൻ സം ഓഫ് ദി സ്റ്റോക്സ് നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ട്രാക്ക് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ ITC ഹോട്ടൽ. ITC ഹോട്ടലിന്റെ കേസിൽ ഇന്നലെ വലിയൊരു സെല്ലിംഗ് ആയിരുന്നു നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 170 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇന്ത്യൻ ഹോട്ടലിന്റെ കേസിൽ ഒരു കൺസോൾട്ടേഷൻ നടക്കുന്നു. ലോങ് പൊസിഷൻസ് ഓൾറെഡി ഉണ്ടെങ്കിൽ 718 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. 742 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രം നമുക്ക് വീണ്ടും ബുള്ളിഷ്നെസ് ഷോർട്ട് ടേമിൽ കാണാൻ സാധിക്കും. ഇനി അറിയേണ്ട ഒരു സ്റ്റോക്ക് ലോയിഡ് എഞ്ചിനീയറിംഗ് ആണ്. ലോയിഡ് എഞ്ചിനീയറിംഗ് 88.59 എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ക്ലോസ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണുന്നത്. കഴിഞ്ഞൊരു 3-4 മാസമായിട്ട് സ്റ്റോക്കിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടൊരു ട്രേഡിംഗ് നടക്കുകയും നല്ല രീതിയിലൊരു ബുള്ളിഷ് ട്രെൻഡ് തുടരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. താങ്കളുടെ ഒരു ടേക്ക് ഈ ഒരു സ്റ്റോക്കിൽ എന്താണ്? ലോയിഡ് എഞ്ചിനീയറിംഗ് നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഈ സ്റ്റോക്കിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 85 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. L&Tയെ സംബന്ധിച്ച് നോക്കുമ്പോൾ 3480 എന്നൊരു പ്രൈസിലാണ് ക്ലോസ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണുന്നത്. 0.8% ഇടിവായിരുന്നു രേഖപ്പെടുത്തിയത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കൾ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവൽസുകൾ ഏതൊക്കെയാണ്? L&Tയുടെ കേസിൽ കഴിഞ്ഞ ഒരു 10 ട്രേഡിംഗ് സെഷൻസിൽ വളരെ ഹെവി സെല്ലിംഗ് ആണ് നടന്നിരിക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി അതിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിട്ടുണ്ട്. കറന്റ് ലെവൽസിൽ ഒരു ലോ റിസ്ക് ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിന്റെ കേസിൽ ഷോർട്ട് കവറിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 3860 മുതൽ
3980 ഈ റേഞ്ചിലോട്ട് റിക്കവറി നടക്കുന്നുണ്ടെങ്കിൽ പൊസിഷൻസ് റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കണം. സർ, കല്യാൺ ജുവലേഴ്സ് ഈ മാസം വലിയൊരു തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ്. 41% നേട്ടം രേഖപ്പെടുത്തി കഴിഞ്ഞു. ഈ ഒരു മാസം മാത്രം 546 എന്നൊരു പ്രൈസിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? ഈ ഒരു മുന്നേറ്റം തുടരാനുള്ളൊരു സാധ്യത കല്യാൺ ജുവലേഴ്സിൽ കാണാമോ? കല്യാൺ ജ്വല്ലേഴ്സിന്റെ കേസിൽ ഇത്രയും വലിയൊരു മുന്നേറ്റത്തെ തുടർന്ന് കൺഫേം ചെയ്യാൻ സാധിക്കുന്നത് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുണ്ട്. എങ്കിലും എക്സ്ട്രീം ഷോർട്ട് ടേം ചാർട്ട്സ് നോക്കുമ്പോഴേക്കും ഓവർ ബോട്ട് റീഡിംഗ് ആണ് കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ പൊസിഷൻസ് എടുക്കാൻ ശ്രമിക്കരുത്. ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ നിലവിലുണ്ടെങ്കിൽ 530 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. പോളിസി ബസാർ ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത് 1561 എന്നൊരു പ്രൈസിലാണ്. ഇന്നലെ 3% ഒരു സെല്ലിംഗ് പ്രഷറായിരുന്നു പോളിസി ബസാറിൽ നമുക്ക് കണ്ടത്. പോളിസി ബസാറിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? ഒപ്പം വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? പോളിസി ബസാറിന്റെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി തുടരുന്നു. ഈ ഒരു കേസിൽ ഓൾറെഡി ലോങ് പോർഷൻ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട 2 ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ലെവൽസ്. ആദ്യത്തെ 1520, അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 1478. കറന്റ് ലെവൽസിലെ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. സർ, പരാതി ഫോസ്ഫേറ്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു ജൂണിൽ അല്ലെങ്കിൽ 2025 ജൂണിൽ ഒരു ഓൾ ടൈം ഹൈ എടുക്കുകയും അതിനുശേഷം ഒരു വർഷമായി കണ്ടിന്യൂസ്ലി ഒരു ഇടിവ് രേഖപ്പെടുത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം പിന്നീട് ഈ ഒരു ഏപ്രിൽ മാസത്തിന് ശേഷം പതിയെ ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബോട്ടം കണ്ടതിന് ശേഷമുള്ള ഒരു ട്രെൻഡ് റിവേഴ്സലായിട്ട് നമുക്കിതിനെ കരുതാമോ? പരാദീപിന്റെ കേസിൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ആയിരിക്കുന്നത്. അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വൈസ് ആയി തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. 135 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. പുതിയൊരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 145 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞൊരു വീക്കിൽ ഉൾപ്പെടുത്തിയിരുന്ന സ്റ്റോക്കായിരുന്നു മാപ്മ ഇന്ത്യ. ഇന്നലെ 0.25% നേട്ടം രേഖപ്പെടുത്തുകയും 1178 എന്നൊരു പ്രൈസിൽ ക്ലോസ് ചെയ്തതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു മാസം 45% നേട്ടം ഇപ്പോൾ ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാപ്മ ഇന്ത്യയുടെ ഈ ഒരു മുന്നേറ്റത്തെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? മാപ്മ ഇന്ത്യയുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് സൈഡ് വേസ്, ഷോർട്ട് ടേം ബുള്ളിഷായി തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് 1150 രൂപ. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന 2 ഇമ്പോർട്ടൻറ്റ് റെസിസ്റ്റൻസ്. ആദ്യത്തെ 1210, അതിനുശേഷം 1260. 1260 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വലിയൊരു മുന്നേറ്റം ഈ സ്റ്റോക്കിൽ കാണുന്നത്. ഉജ്ജീവൻ സ്മോൾ ഫൈനാൻസ് ബാങ്ക് 65 എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ നേരിയൊരു നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ മാസവും ഈ മാസവും ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടൊരു ക്ലോസിംഗ് എടുക്കാൻ ഉജ്ജീവന് സാധിച്ചിട്ടുണ്ട്. താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? കാരണം ഇതൊരു ഓൾ ടൈം ഹൈയുടെ തൊട്ടടുത്തായിട്ട് ഒരു ട്രേഡിംഗ് തുടരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരു ഓൾ ടൈം ഹൈ ബ്രേക്കിനുള്ള ഒരു ചാൻസ് ഈ സ്റ്റോക്കിലുണ്ടോ? ഉജ്ജീവന്റെ കേസിൽ അറ്റ് ദ മൊമെന്റ് വീക്ക്നെസ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ജൂൺ മാസത്തിന് ശേഷം നമുക്ക് വലിയൊരു മുന്നേറ്റമായി സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നു. അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ 63 രൂപ 80 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇൻസിഡന്റ്ലി ഈ ഒരു മേഖലയിൽ നിന്നും ഉത്കർഷ് സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ കേസിൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോമായി വരുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 13 രൂപ 50 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്നത് 16 രൂപയിലായിരിക്കും. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ വലിയൊരു അപ്സൈഡിന് പൊട്ടൻഷ്യൽ ഉണ്ട്. ജിയോ ഫിന്നിനെ കുറിച്ചൊരു ടേക്ക് അറിയണം. 235 എന്നൊരു പ്രൈസിലാണ് ക്ലോസ് ചെയ്തതായിട്ട് കാണുന്നത്. 0.4% ഇടിവാണ് ഇന്നലെ രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത്. ജിയോ ഫിന്നിൽ താങ്കൾ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട സപ്പോർട്ടും റെസിസ്റ്റൻസും ഏതൊക്കെയാണ്? ജിയോ ഫിന്റെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ഈ ഒരു കേസിൽ ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 220 രൂപയിലായിരിക്കും സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന 2 ഇമ്പോർട്ടൻറ്റ് റെസിസ്റ്റൻസ്. ആദ്യത്തെ 247, അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 267. 267 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കത്തുള്ളൂ. GRSയുടെ ഒരു ടേക്ക് അറിയണം. 1.12% ഇടിവാണ് ഇന്നലെ രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത്. കറൻ്റ്ലി 2590 എന്നൊരു പ്രൈസിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. GRSയിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ എന്താണ്? GRSയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. ഈ ഒരു കേസിൽ കഴിഞ്ഞ 3-4 ട്രേഡിംഗ് സെഷൻസിൽ അല്പം വീക്ക്നെസ് വീണ്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ട്രേഡിംഗിന്റെ ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ 2510 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം.
ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന 2 ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ്. ആദ്യത്തെ 2730, അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 2820. ഈ സ്റ്റോക്ക് സ്റ്റഡി ചെയ്യുമ്പോൾ നമ്മൾ ഇതിനോടൊപ്പം പഠിക്കേണ്ടത് മറ്റൊരെണ്ണം മാസഗോൺ ഡോക്ക്. മാസഗോൺ ഡോക്കിന്റെ കേസിലും കഴിഞ്ഞ 10 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് നല്ല ബുള്ളിഷ് സെറ്റ് പെർഫോം ആയിരുന്നെങ്കിലും അതിനുശേഷം നമുക്ക് അല്പം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിന്റെ കേസിൽ ശ്രദ്ധിക്കേണ്ട മേജർ സപ്പോർട്ട് 2280, മേജർ റെസിസ്റ്റൻസ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് 2520. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. സപ്പോർട്ട് 1360, മേജർ റെസിസ്റ്റൻസ് 1560. സർ, ഭാരത് ഹെവി ഇലക്ട്രിക്കൽ നമ്മൾ ഏപ്രിൽ തുടങ്ങി നോക്കുമ്പോൾ നല്ല രീതിയിൽ റാലി രേഖപ്പെടുത്തി മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഇന്നലത്തെ ഒരു ട്രേഡിംഗ് എടുക്കുമ്പോൾ 4% ഒരു കുതിപ്പ് രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നുണ്ട്. BHELന്റെ ഒരു മുന്നേറ്റത്തെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒപ്പം വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? BHELന്റെ കേസിൽ നമുക്ക് അറ്റ് ദ മൊമെന്റ് വീക്ക്നെസ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. BHELന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. 380 രൂപയിലായിരിക്കാം സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. എങ്കിലും കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. കാര്യം, ഈ കമ്പനി ഇന്നലെ ആയിരുന്നു ക്വാർട്ടർലി റിസൾട്ട് അനൗൺസ് ചെയ്ത്. വളരെ മികച്ച ഒരു ക്വാർട്ടർലി റിസൾട്ട് ആയിരുന്നു അനൗൺസ് ചെയ്തത്. വരുമാനത്തിൽ ഏകദേശം 40% വർധനവായിരുന്നു. ആൻഡ് ഇതിന് മുൻപുള്ള ഒരു ക്വാർട്ടറിൽ 455 കോടിയുടെ നഷ്ടം നികത്തിയിട്ട് കഴിഞ്ഞ ലാസ്റ്റ് ക്വാർട്ടറിൽ 376 കോടി ലാഭവും കമ്പനി അനൗൺസ് ചെയ്തിട്ടുണ്ട്. സർ, ഈ മാസം വലിയ രീതിയിലൊരു റാലി രേഖപ്പെടുത്തിയ ഒരു സ്റ്റോക്കായിരുന്നു ജസ്റ്റ് ഡയൽ എന്ന് പറയുന്ന സ്റ്റോക്ക്. 793 എന്നൊരു പ്രൈസിലാണ് ട്രേഡിംഗ് ക്ലോസ് ചെയ്തതായിട്ട് കാണുന്നത്. ജസ്റ്റ് ഡയലിനെ സംബന്ധിച്ച് ഒരു ലോങ് ടൈം ട്രെൻഡിൽ ഒരു ബെയറിഷ് ട്രെൻഡ് ഉണ്ടായിരുന്ന ഒരു സ്റ്റോക്കായിരുന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു റാലി രേഖപ്പെടുത്തുകയും ഒപ്പം വലിയ രീതിയിലൊരു ട്രേഡിംഗ് വോളിയം ഇൻക്രീസ് ചെയ്തതായിട്ടൊക്കെ കാണുന്നത്. ജസ്റ്റ് ഡയലിൻ്റെ ഈ ഒരു മുന്നേറ്റത്തെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ജസ്റ്റ് ഡയലിന്റെ കേസിൽ കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് വലിയൊരു അപ്സൈഡ് മൂവ്മെന്റും, ബട്ട് പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 ദിവസം നമുക്ക് ഗ്യാപ്പ് അപ്സ് കാണാൻ സാധിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു അവസരവും കാണുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 740 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇനി ഗ്രോയുടെ ഒരു ടേക്ക് അറിയണം. 4.94% ഒരു ഇടിവ് ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നു. 205 എന്നൊരു പ്രൈസിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്നാലും ഈ ഒരു Q1 റിസൾട്ടിൽ നല്ലൊരു റിസൾട്ട് രേഖപ്പെടുത്താൻ ഗ്രോയ്ക്ക് സാധിച്ചിരുന്നു. താങ്കളുടെ എക്സ്പെക്ടേഷൻ ഗ്രോയിൽ എന്താണ്? വിഷ്ണു, ഞാൻ ഗ്രോയിലോട്ട് വരുമ്പോഴേക്കും നമ്മളിപ്പോൾ ജസ്റ്റ് ഡയലിനെ കുറിച്ച് സംസാരിച്ചു. വളരെ സിമിലർ ഒരു പാറ്റേൺ നമുക്ക് നൗകരി, അതായത് ഇൻഫോ എഡ്ജിന്റെ കേസിലും കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് നൗകരി ആൻഡ് ജസ്റ്റ് ഡയലിന്റെ ട്രേഡിംഗ് പാറ്റേണിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻഫോ എഡ്ജിന്റെ കേസിൽ നമുക്ക് ഗ്യാപ്പ് അപ്സ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. ആൻഡ് കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷൻസിൽ നല്ലൊരു കൺസോൾട്ടേഷനാണ് നടന്നിരിക്കുന്നത്. കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ പൊസിഷൻ എടുക്കാൻ സാധിക്കും. 1140 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ആദ്യത്തെ റെസിസ്റ്റൻസ് 1240, 1270, 1300, 1320, 1370. ആൻഡ് ഗ്രോയിന്റെ കേസിൽ ഇന്നലെ ക്വാർട്ടർലി റിസൾട്ട് അനൗൺസ് ചെയ്തിരുന്നു. ആൻഡ് വളരെ മികച്ച ക്വാർട്ടർലി റിസൾട്ട് ആയിരുന്നു. ബട്ട് എങ്കിലും ഗ്രോയുടെ കേസിൽ നമുക്ക് ഓൾറെഡി മെയ് മാസത്തിന് ശേഷം വലിയൊരു മുന്നേറ്റമാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ കറന്റ് ലെവൽസിൽ പുതിയ പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. ട്രേഡിംഗിന് ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ 199 രൂപയിലായിരിക്കും നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. താങ്ക് യു പ്രദീപ് സാർ. താങ്ക് യു വിഷ്ണു. ഇതോടെ ഇന്നത്തെ മാർക്കറ്റ് പ്രസിൻ്റെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കണം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഓരോ സ്റ്റോക്കും എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. നിങ്ങൾ നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റിൻ്റെ ഒപ്പീനിയൻ തേടിയതിനു ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക. ഇനി മാർക്കറ്റ് സ്ക്രീനറാണ് എൻ്റെ കൂടെ ഇപ്പോൾ മുഹമ്മദ് സഫാൻ ജോയിൻ ചെയ്യുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.